ഇവിടെ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. അയ്യോ കണ്ണടിച്ചു പോകുന്നു. ബ്രോ RGB സ്ട്രിപ്പ് ലൈറ്റ് വെച്ചൊരു സ്റ്റാർ ഉണ്ടാക്കാമോ? അപ്പോൾ എൻ്റെ RGB സ്ട്രിപ്പ് ലൈറ്റ് ഇല്ല, എൻ്റെ ഉള്ള സ്ട്രിപ്പ് ലൈറ്റ് വെച്ച് നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് സ്റ്റാറിൻ്റെ ഷേപ്പ് വെട്ടിയെടുക്കാം. ഞാനിവിടെ കാർഡ്ബോർഡിലാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാർഡ്ബോർഡിൽ തന്നെ ചെയ്യണം നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ എന്ത് മെറ്റീരിയൽ ആണോ ഉള്ളത് ആ മെറ്റീരിയൽ നമുക്ക് ഇതുപോലൊരു സ്റ്റാറിൻ്റെ ഷേപ്പ് ആദ്യം വെട്ടിയെടുക്കാം. അങ്ങനെ ഞാൻ സ്റ്റാറിൻ്റെ ഷേപ്പ് കാർഡ്ബോർഡ് വെട്ടിയെടുത്തിരിക്കുകയാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് 12 വോൾട്ട് ഈ ഒരു ടൈപ്പ് സ്ട്രിപ്പ് ലൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് മുറിച്ച് കാർഡ്ബോർഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഓൾറെഡി മുറിച്ച് വെച്ച ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഞാൻ കാർഡ്ബോർഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ സ്ട്രിപ്പ് ലൈറ്റ് കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ട്രിപ്പ് ലൈറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി സ്ട്രിപ്പ് ലൈറ്റിൻ്റെ ഒരു ചെറിയ മാർക്കിംഗ് ആണ്. അവിടെ വെച്ച് നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് കട്ട് ചെയ്യാവും. കട്ടിയുള്ള മാർക്കിംഗ് വെച്ച് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ കണക്ഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ സ്ട്രിപ്പ് ലൈറ്റ് മുഴുവൻ ഞാൻ കാർഡ്ബോർഡിൽ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി മുറിച്ചൊട്ടിച്ച സ്ട്രിപ്പ് ലൈറ്റ് എല്ലാം വീണ്ടും നമുക്ക് റീജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ റീകണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ LED പൊളാരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത മുഴുവൻ LEDയും വീണ്ടും റീകണക്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇതുപോലൊരു വയർ നമുക്ക് LEDയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു വയർ നമുക്ക് കാർഡ്ബോർഡിൻ്റെ പുറകിലോട്ട് കൊണ്ടുവന്നിട്ട് ഇളകിപ്പോകാത്ത രീതിയിൽ ഒട്ടിച്ച് വെക്കാം. ഇനി ഇതുപോലൊരു LED ഡിമ്മർ കൺട്രോളർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് 12 മുതൽ 24 വോൾട്ട് വരെ ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കും. ഈ ഒരു കൺട്രോളിൽ നമുക്ക് നിരവധി മോഡുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൺട്രോളറിൻ്റെ LEDയിലിട്ട് പോകുന്ന കണക്ഷനിൽ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റിൽ നിന്നും എടുത്ത വയർ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണക്ട് ചെയ്ത് കൊടുക്കുമ്പോഴും പൊളാരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. എന്നിട്ട് ഈ വയറുകൾ തമ്മിൽ ഷോർട്ട് ആവാതിരിക്കാൻ നമുക്ക് ഇൻസുലേഷനോട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു കൺട്രോളർ ഈ ബേസ് ബോർഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതുപോലൊരു 12 വോൾട്ടിൻ്റെ ഫീമെയിൽ സോക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൺട്രോളിൻ്റെ ഇൻപുട്ട് വയറിലോട്ട് നമുക്ക് പൊളാരിറ്റി തെറ്റാതെ സോൾവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റ് കൊണ്ടുള്ള സ്റ്റാറിന്റെ പണി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന്റെ പുറകെ കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു LED കൺട്രോൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അതിനുവേണ്ടി നമുക്ക് 9 വോൾട്ടിന്റെ ഒരൊറ്റ അഡാപ്റ്റർ മതി. അഡാപ്റ്റർ എന്നുള്ള കണക്ഷൻ നമുക്ക് ജസ്റ്റ് ഈ ഒരു പ്ലഗിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ LED വർക്ക് ചെയ്യും. കണ്ടില്ലേ? ഇനി നമുക്കിത് ഇഷ്ടമുള്ള മോഡിൽ മാറ്റാൻ പറ്റും കേട്ടോ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ബാക്കിലത്തെ ഈ ഒരു മോഡ് എന്നുള്ള സ്വിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മോഡിലോട്ട് ഇത് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു മോഡാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മോഡാണ്, ഇതും ഒരു മോഡാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ സ്പീഡ് എന്നുള്ളൊരു സ്വിച്ച് ഉണ്ട്. അതിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേണ്ട ആ സ്വിച്ച് ഞെക്കി. അപ്പോൾ സ്പീഡിനകത്ത് ചെറിയൊരു വ്യത്യാസം വന്നിട്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ആ സ്പീഡ്. ഇപ്പോൾ തീരെ കുറഞ്ഞു. ഇപ്പോൾ നല്ലതായിട്ട് കൂടി. കണ്ടില്ലേ? എന്തായാലും ഈ ഒരു സ്റ്റുഡിയോ ലൈറ്റിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് ഈ സ്റ്റുഡിയോ ലൈറ്റിൽ ഓഫ് ചെയ്ത് നോക്കാം. സ്റ്റുഡിയോ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നുകൂടെ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. അയ്യോ കണ്ണടിച്ച് പോകുന്നു. നമുക്ക് എന്തായാലും എൻ്റെ വേറെ മോഡിലോട്ട് ഇട്ട് നോക്കാം. ഇത് കൊള്ളാമല്ലേ? ഇപ്പോൾ നമ്മുടെ LED സ്ട്രിപ്പ് വെച്ചുകൊണ്ട് ഇങ്ങനെ സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് RGB ലൈറ്റ്, അതായത് വ്യത്യസ്ത കളർ കറ്റുന്ന ഇതുകൊണ്ട് സ്ട്രിപ്പ് ലൈറ്റ് മേടിക്കാൻ കിട്ടും. അങ്ങനത്തെ ലൈറ്റ് ആണെങ്കിൽ ഇത് കാണാൻ ഒന്നുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.